രോഗിയെ നേരിട്ട് കാണാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ സങ്കല്പിക്കാനാകുന്നുണ്ടോ? എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള ഡോക്ടർ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും മുറിവുകൾ ചികിത്സിക്കുന്നത്, ശരീരത്തിലെ മുഴ നീക്കം ചെയ്യുന്നതൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഈ പറഞ്ഞതൊരു അവിശ്വസനീയമായ ഭാവനയോ വിചിത്രമായ സങ്കല്പമോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. പുത്തൻ സാങ്കേതിക വിപ്ലവങ്ങളുമായി ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈന തന്നെയാണ് ഈ വിപ്ലവത്തിൻ്റെയും മുന്നിൽ നടക്കുന്നത്. ചൈനയിലെ ഡോക്ടർമാർ ഏകദേശം 3500 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ക്യാൻസർ രോഗിയുടെ സർജറിയാണ് വിജയകരമായി പൂർത്തിയാക്കി ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ആ മെഡിക്കൽ വിസ്മയത്തെക്കുറിച്ച് വിശദമായി തന്നെ അറിയണ്ടേ? പറയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഉപഗ്രഹ സാങ്കേതിക വിദ്യയും റോബോട്ടിക് സർജറിയും സമന്വയിപ്പിച്ചാണ് ചൈന വൈദ്യശാസ്ത്രത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുന്നത്. ലോക ചരിത്രത്തിലെ ആദ്യ സാറ്റലൈറ്റ് നിയന്ത്രിത ശസ്ത്രക്രിയയാണ് ചൈനയിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന വിപ്ലവകരമായ സർജറിയുടെ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. തലസ്ഥാനമായ ബീജിംഗിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 രോഗികളുടെ ശസ്ത്രക്രിയയാണ് ഏകദേശം 3500 കിലോമീറ്റർ അകലെയുള്ള ലാസയിലെ ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് ഒരു ചൈനീസ് വൈദ്യസംഘം നിർവഹിച്ചത്. കരൾ, പിത്താശയം, പാൻക്രിയാസ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകളാണ് നടന്നത്. ചൈനയുടെ അപ്സ്റ്റാർ 6D ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ഒരു റോബോട്ടിക് ശസ്ത്രക്രിയാ സംവിധാനം ഉപയോഗിച്ചാണ് ഡോക്ടർമാർ വൈദ്യശാസ്ത്ര രംഗത്തെ ഈ അപൂർവ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നത്. ബീജിംഗിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ജനറൽ ഹോസ്പിറ്റലിലെ പ്രൊഫസർ ലിയു റോങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സർജറിക്ക് മേൽനോട്ടം വഹിച്ചത്. ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രോഗികൾ ആശുപത്രി വിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആരോഗ്യമേഖലയിലെ വിവര സാങ്കേതിക വിദ്യയുടെ സംയോജനത്തിലൂടെ സാധ്യമാകുന്ന വിപ്ലവകരമായ റിസൾട്ടുകളുടെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഉദാഹരണമായാണ് ഇതിനെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നഗരങ്ങളിൽ നിന്നും സൗകര്യങ്ങളിൽ നിന്നും ഏറെ മാറി വിദൂര ദിക്കുകളിൽ കഴിയുന്നവർക്കും യുദ്ധഭൂമിയിലുള്ളവർക്കുമെല്ലാം വിദഗ്ധ വൈദ്യ ചികിത്സ ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ആദ്യ പടിയാണിതെന്നും അവർ പറയുന്നു. 2020 ചൈന ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച അപ്സ്റ്റാർ 6D സാറ്റലൈറ്റാണ് പുതിയ പരീക്ഷണത്തിന്റെ നെടുന്തൂണായത്. സെക്കൻഡിൽ 50 ഗിഗാബൈറ്റ് കപ്പാസിറ്റിയുള്ള ബ്രോഡ്ബാൻഡ് ഉപഗ്രഹമാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉപഗ്രഹം ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമ നാവിക ഗതാഗതത്തെ സഹായിക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി സേവനവും നൽകുന്നുണ്ട്. പുതിയ മെഡിക്കൽ സർജറിയിൽ തന്നെ ഡേറ്റ ക്ലാസിഫിക്കേഷൻ, ട്രാഫിക് മാനേജ്മെന്റ് എന്നിവയിലെ സിഗ്നൽ വിളംബം ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു സാറ്റലൈറ്റ്. ഇത് ശസ്ത്രക്രിയയുടെ കൃത്യതയും ഫലപ്രാപ്തിയും കൂടുതൽ ഉറപ്പാക്കി. റോബോട്ടിക് സർജറി രംഗത്തെ ചൈനീസ് കുതിപ്പ് കൂടിയാണ് പുതിയ ചികിത്സയിലൂടെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ചൈനയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോബോട്ടിക് സംവിധാനമാണ് ഈ ശസ്ത്രക്രിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3D ഡിസ്പ്ലേ സ്ക്രീനും മാസ്റ്റർ കൺട്രോളറും ഉപയോഗിച്ച് ഡോക്ടർമാർക്ക് രോഗിയുടെ ശരീരത്തിന്റെ ആന്തരിക ദൃശ്യങ്ങൾ തത്സമയം വീക്ഷിക്കാനും റോബോട്ടിന്റെ പ്രവർത്തനം കൃത്യമായി നിയന്ത്രിക്കാനും കഴിഞ്ഞു. ശസ്ത്രക്രിയയിൽ സംഭവിക്കാനിടയുള്ള പിഴവുകൾ തടയാനും രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ സാങ്കേതികവിദ്യ സഹായിച്ചു. ഇതിനു മുൻപും ചൈന റോബോട്ടിക് സർജറിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2024 ജൂലൈ 13 ഷാങ്ഹായ് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ലുവ കിങ്വാൻ ഏകദേശം 5000 കിലോമീറ്റർ ദൂരെയുള്ള ഷിൻജിയാങ്ങിലെ കാഷ്ഗറിലുള്ള ഒരു രോഗിയുടെ ശ്വാസകോശ ട്യൂമർ 5A സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നീക്കം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. 1 മണിക്കൂർ കൊണ്ടാണ് അന്ന് ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. മെട്രോ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാതെ തന്നെ അവിടെയുള്ള ക്വാളിറ്റി ചികിത്സയും പരിചരണവും ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ സഹായിക്കുമെന്ന് ഡോക്ടർ ലുവോ കിങ്വാൻ ചൂണ്ടിക്കാണിക്കുന്നു. മലയോര പ്രദേശങ്ങളും ഹൈറേഞ്ചുകളും ഉൾപ്പെടെ ഭൂമിയിലെ ഏറ്റവും വിദൂരമായ പ്രദേശങ്ങളിൽ പോലും ഉപകരണങ്ങളുടെയും റോബോട്ടുകളുടെയും സഹായത്തോടെ ലോകോത്തര വൈദ്യസേവനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നത്. യുദ്ധമുഖങ്ങളിലും ദുരന്ത മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഈ സാങ്കേതിക വിദ്യ വലിയ വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.